ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻസറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ ഇങ്ങനെയാണ്. ആദ്യം നമ്മുടെ പേര് എഴുതണം, നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, അതേപോലെ നെയിം ഓഫ് ദ സ്കൂളിൻ്റെ പേര് എഴുതണം, ഡിവിഷൻ എഴുതണം, പിന്നെ ടീച്ചറുടെ സൈനാണ്, സിഗ്നേച്ചർ ഓഫ് ദ ടീച്ചർ, സിഗ്നേച്ചർ ഓഫ് ദ പാരൻറ്റ്. അതൊക്കെ നമുക്ക് എക്സാം പേപ്പർ കിട്ടിയപ്പോൾ നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരികയെന്ന്. ആദ്യം ഒരു കോംപ്രിഹെൻഷനാണ് ഉണ്ടാവുക. ആക്ടിവിറ്റി 1 കോംപ്രിഹെൻഷനാണ്. അതായത് ഒരു പാസേജ്, ഇങ്ങനെ ചിത്രമുള്ള ഒരു പിക്ചറുള്ള ഒരു പാസേജ് തരും, അല്ലെങ്കിൽ ഒരു പോയമോ അങ്ങനെ എന്തെങ്കിലും തരും. അപ്പോൾ ഇതിൽ തന്നെ ഉത്തരം ഉണ്ടാവും. 5 ചോദ്യം ഉണ്ടാവും, പക്ഷേ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ ലൈനും വളരെ സൂക്ഷ്മതയോടുകൂടി വായിക്കാം. ഓക്കെ, read the story given below. നോക്കൂ, one day Anna made a cute little paper boat. ഒരു ദിവസം one day എന്ന് പറഞ്ഞാൽ ഒരു ദിവസം Anna made a cute little paper boat. അന്ന ഒരു ചെറിയ ക്യൂട്ടായ പേപ്പർ ബോട്ട് ഉണ്ടാക്കി. ഷീ നെയിംഡ് ഇറ്റ് പപ്പു. അതിനൊരു പേരും കൊടുത്തു. എന്താ പേര് കൊടുത്തത്? ഷീ നെയിംഡ് ഇറ്റ് പപ്പു എന്നാണ് പേര് കൊടുത്തത്. അന്ന ലോഞ്ച്ഡ് പപ്പു ഇൻ എ സ്ട്രീം. അപ്പോൾ അന്ന ഈ പപ്പുവിനെ, അതായത് ഈ പേപ്പർ ബോട്ടിനെ ഒരു സ്ട്രീമിലേക്ക്, സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു തോടിലേക്ക് ഒഴുക്കി. പപ്പു ദ പേപ്പർ ബോട്ട് സെയിൽഡ് ഡൗൺ ദ സ്ട്രീം സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ, വളരെ വേഗത്തിൽ അങ്ങനെ അത് ഒഴുകിപ്പോയി. ഓക്കെ, പിന്നെന്ത് സംഭവിച്ചു? സഡൻലി ഇറ്റ് ഗോട്ട് സ്റ്റക്ക് വിത്ത് എ സ്റ്റോൺ. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? അതിങ്ങനെ പെട്ടെന്ന് ഒഴുകി വരുമ്പോൾ ഇറ്റ് ഗോട്ട് സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റക്കായി, നിന്നു. വിത്ത് എ സ്റ്റോൺ. എവിടെ നിന്നത്? ഒരു കല്ല് തട്ടി അവിടെ നിന്നു. എ ഫ്രോഗ് സോ ദിസ്. ആരാ ഇത് കണ്ടത്? ഒരു തവള. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ആരാണ്? തവള. ഇറ്റ് പുഷ്ഡ് ദ ബോട്ട് ഡൗൺ. അതെന്ത് ചെയ്തു? ബോട്ടിനെ താഴോട്ട് പുഷ് ചെയ്തു. ഓക്കെ, പപ്പു സെഡ്. അപ്പോൾ പപ്പു എന്ത് പറഞ്ഞു? താങ്ക് യു ഡിയർ, കം ഓൺ ലെറ്റ്സ് ഗോ ടു ദ സീഷോർ. നമുക്ക് സീഷോറിലേക്ക് പോകാം, താങ്ക് യു എന്ന് പറഞ്ഞു. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അതൊരു നല്ലൊരു ഐഡിയ ആണ്. സീഷോർ എന്ന് പറഞ്ഞാൽ ബീച്ച് പോലുള്ള സ്ഥലം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ആര് പറഞ്ഞു? ഫ്രോഗ് പറഞ്ഞു. ദ ഫ്രോഗ് ജംപ്ഡ് ഇൻ ടു ദ ബോട്ട്. അങ്ങനെ ഫ്രോഗ് എവിടെ കയറി? ജംപ്ഡ് ഇൻ ടു ദ ബോട്ട്. ദേ സെയിൽഡ് ടു ദ സീഷോർ ഹാപ്പിലി. അപ്പോൾ കഥ വായിച്ചല്ലോ, ഇനി ഇതിനോടുള്ള ചോദ്യം നമുക്ക് നോക്കാം. ദ നെയിം ഓഫ് ദ പേപ്പർ ബോട്ട്. പേപ്പർ ബോട്ടിൻ്റെ പേര് അറിയാലോ, ഇവിടെ ഉണ്ട്. ഷീ നെയിംഡ് ഇറ്റ് പപ്പു അല്ലേ? പേപ്പർ ബോട്ടിൻ്റെ പേരെന്താണ്? പപ്പു ഇവിടെ എവിടെയാണ്? ഇതാണോ പപ്പു? അല്ല, ഇതാണ് പപ്പു. രണ്ടാമതാണ് പപ്പു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ദ നെയിം ഓഫ് ദ പേപ്പർ ബോട്ട് ഈസ് പപ്പു. ഓക്കെ, ദ നെയിം ഓഫ് ദ പേപ്പർ ബോട്ട് ഈസ് പപ്പു. ഇനി അടുത്തത്, ദ ഡാഷ് പുഷ്ഡ് ദ പേപ്പർ ബോട്ട് ഡൗൺ. ആരാണ് താഴേക്ക് തള്ളിയത്? ആരാണ്? ഫ്രോഗാണല്ലേ. അപ്പോൾ ഫ്രോഗ് ഏതാണ്? ഇതാണ് ഫ്രോഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ ഫ്രോഗ്. ഇവിടെ നമ്മൾ ഫ്രോഗ് എഴുതി പൂരിപ്പിക്കുക. ദ ഫ്രോഗ് പുഷ്ഡ് ദ പേപ്പർ ബോട്ട് ഡൗൺ. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്താ? ദ ബോട്ട് ആൻഡ് ഫ്രോഗ് വെൻറ്റ് ടു ദ. ബോട്ടും ഫ്രോഗ് എങ്ങോട്ടാണ് പോയത്? വെൻറ്റ് ടു ദ സീഷോർ. സീഷോറിലേക്കാണ് പോയത്. അതും നമുക്ക് ഇവിടെ എഴുതാം. ദ ബോട്ട് ആൻഡ് ദ ഫ്രോഗ് വെൻറ്റ് ടു ദ സീഷോർ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആൻസറൊക്കെ ഇവിടെ എഴുതിയാണ്. ദ നെയിം ഓഫ് ദ പേപ്പർ ബോട്ട് ഈസ് പപ്പു. ദ ഫ്രോഗ് പുഷ്ഡ് ദ പേപ്പർ ബോട്ട് ഡൗൺ. ദ ബോട്ട് ആൻഡ് ദ ഫ്രോഗ് വെൻറ്റ് ടു ദ സീഷോർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 5 ചോദ്യം ഉണ്ടല്ലേ. ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിത്ത് മീനിങ് സ്പീഡിലി. സ്പീഡിലി എന്ന വാക്ക് എൻ്റെ അർത്ഥം വരുന്ന വാക്ക് ഇതിലേതുകൊണ്ട്? സ്വിഫ്റ്റ്ലി ആണോ, ലോഞ്ച്ഡ് ആണോ, ഹാപ്പിലി ആണോ? ഹാപ്പിലി അല്ല, ലോഞ്ച്ഡി അല്ല, പിന്നെന്താ? സ്വിഫ്റ്റ്ലി ആണ്. എന്താ സ്പെല്ലിങ്? SWIFTLY. അത് ഈ ബോക്സിൽ എഴുതുക. ഇനി അടുത്തത്, ഹൂ ഇൻ ദ സ്റ്റോറി ഹാസ് എ ഹെൽപ്പിംഗ് മൈൻഡ്. നിങ്ങളിപ്പോൾ ഈ സ്റ്റോറി വായിച്ചിട്ട് ഇതിൽ ആർക്കാണ് ഒരു ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ളത്? സഹായിക്കാനുള്ള മനസ്സ് ആർക്കാണുള്ളത്? ബോട്ടിനാണോ, ഫ്രോഗിനാണോ, അന്നയ്ക്കാണോ? ആർക്കാണുള്ളത്?
ഫ്രോഗിനാണ്. അപ്പോൾ നമുക്ക് ഫ്രോഗ് എന്ന് ഈ ബോക്സിൽ എഴുതാം, FROG. അങ്ങനെ നമ്മൾ ശരിക്ക് കറക്റ്റായിട്ട് ഉത്തരം എഴുതിയാൽ നമുക്ക് 5 മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ആക്ടിവിറ്റിക്ക് A കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഒരു കോൺവെർസേഷനാണ്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, 2 പേര് തമ്മിൽ സംസാരിക്കുക. ഓക്കെ, നമുക്കിവിടെ ഏതാ ക്വസ്റ്റ്യൻ നോക്കാം. പിങ്കളാസ് ഫാദർ റീച്ച്ഡ് ദ പാലസ് ആൻഡ് മെറ്റ് കിങ് വിദ്യാധര. പിങ്കളയുടെ ഫാദർ പാലസിലെത്തി. പിങ്കളാസ് ഫാദർ റീച്ച്ഡ് ദ പാലസ് ആൻഡ് മെറ്റ് കിങ് വിദ്യാധര. ആരെയാ മീറ്റ് ചെയ്തത്? കിങ്ങിനെ മീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പിങ്കളാസ് ഫാദർ ആൻഡ് കിങ് വിദ്യാധര. അപ്പോൾ പിങ്കളയുടെ ഫാദറും പിന്നെ കിങ്ങും തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. അത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതാനും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഫാദർ, ഗുഡ് മോർണിംഗ് യുവർ മജസ്റ്റി. അപ്പം കിങ്ങിനെ എന്താ വിളിക്കുക? നമ്മൾ യുവർ മജസ്റ്റി എന്നാണ് വിളിക്കുക അല്ലേ, മജസ്റ്റി. അപ്പം ഗുഡ് മോർണിംഗ് യുവർ മജസ്റ്റി. അപ്പോൾ കിങ് തിരിച്ചെന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഒരാൾ നമ്മളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ കിങ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? ഗുഡ് മോർണിംഗ് എന്ന് എഴുതാം. പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്? യുവർ മജസ്റ്റി വൈ ആർ യു കോൾഡ് മീ. എന്തിനാ എന്നെ വിളിച്ചത്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്? ഐ കോൾഡ് യു ടു ടെൽ എ ഹാപ്പി ന്യൂസ്. നിങ്ങളോട് ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഫാദർ ചോദിക്കുക, വാട്ട് ഈസ് ഇറ്റ് യുവർ മജസ്റ്റി? അതെന്താണ് എന്ന് പറഞ്ഞാലും. അപ്പോൾ കിങ് പറയണേ, ഐ ഹാവ് ഡിസൈഡഡ് ടു മേക്ക് യുവർ സൺ ദ ക്രൗൺ പ്രിൻസ്. ഈ നാട്ടിലെ രാജാവായിട്ട് താങ്കളുടെ മകനെ രാജാവാക്കാൻ തീരുമാനിച്ചു. ഫാദർ എന്താ പറയുക? അങ്ങനെ രാജാവാക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ. ഓ, താങ്ക് യു യുവർ മജസ്റ്റി. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ലെറ്റ് us മേക്ക് എ പേപ്പർ ക്രൗൺ. നമ്മൾ പേപ്പർ കൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കുക. ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കിരീടം. ഓക്കെ, ഹിയർ ആർ സം ഇൻസ്ട്രക്ഷൻ ഫോർ മേക്കിംഗ് എ പേപ്പർ ക്രൗൺ. അപ്പോൾ പേപ്പർ ക്രൗൺ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഇവിടെ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. റീഡ് ദം കെയർഫുള്ളി. സൂക്ഷ്മതയോടെ വായിക്കുക. വിത്ത് റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. വായിച്ചാൽ മാത്രം പോരാ, സ്റ്റെപ്സൊക്കെ കറക്റ്റ് ഓർഡറിൽ എഴുതണം. ഇവിടെ കറക്റ്റ് അല്ലാത്ത ഓർഡറിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ചെയ്ത് എഴുതണം. ദ പിക്ചേഴ്സ് ബിലോ വിൽ ഹെൽപ്പ് യു. ഇവിടെയുള്ള പിക്ചേഴ്സ് നിങ്ങളെ സഹായിക്കും. ഇവിടെ ആദ്യം എന്താണ്? ഇവിടെ ഒരു കഷ്ണം, പിന്നെ 2 കഷ്ണമാക്കി, പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം ഇവിടെ എന്താണ് എന്നത്? ജോയിൻ ദീസ് ട്രയാങ്കിൾ വിത്ത് ഗം. അപ്പോൾ ജോയിൻ ദീസ് ട്രയാങ്കിൾ വിത്ത് ഗം. ഈ ട്രയാങ്കിളൊക്കെ നിങ്ങൾ ഗം ഉപയോഗിച്ച് ഒട്ടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതെന്തായാലും ഫസ്റ്റ് ആയിരിക്കില്ല. ടേക്ക് എ ഷീറ്റ് ഓഫ് കളർ പേപ്പർ, ഫോൾഡ് ഇറ്റ് ത്രൂ എ സെൻറ്റർ. ഒരു കഷ്ണം കളർ പേപ്പർ എടുക്കുക, എന്നിട്ട് സെൻറ്ററിൽ മടക്കുക. അപ്പോൾ അതല്ലേ ഇത് ഒന്നാമത്തേത് അല്ലേ? ഒരു പേപ്പറാണ് അല്ലേ? ഒരു പേപ്പറാണിത്. ടേക്ക് എ ഷീറ്റ് ഓഫ് കളർ പേപ്പർ, ഫോൾഡ് ഇറ്റ്, അത് മടക്കുക. ഫോൾഡ് ഇറ്റ് ത്രൂ ദ സെൻറ്ററിലൂടെ മടക്കുക. അപ്പോൾ ഒന്നാമത്തേത് ഏതാണ്? ഇതാണ്. ഇനി മൂന്നാമത്തെ നമുക്ക് വായിച്ചു നോക്കാം. ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് സെയിം സൈസ് ഓൺ ഇറ്റ് ആൻഡ് കട്ട് ദം ഔട്ട്. അതിൽ ട്രയാങ്കിൾസ് വരയ്ക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്യുക. അതല്ലേ ഇത് രണ്ടാമത്തേത് അല്ലേ? ഡ്രോ ട്രയാങ്കിൾസ് വരച്ചു, എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തു അല്ലേ? ഇനി അടുത്തത് ക്രൗൺ ഈസ് റെഡി. ക്രൗൺ റെഡിയായി. പിന്നെന്താണ്? പേസ്റ്റ് ബോത്ത് എൻഡ്സ് ടുഗദർ. 2 എൻഡും ഒട്ടിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എഴുതാം. ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്? നമ്മൾ എന്താ ചെയ്തത്? ടേക്ക് എ ഷീറ്റ് ഓഫ് കളർ പേപ്പർ. ഒരു കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് രണ്ടാമത് എന്ത് ചെയ്തു? ഫോൾഡ് ഇറ്റ് ത്രൂ ദ സെൻറ്ററിലൂടെ മടക്കി. ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം സൈസ് ഓൺ ഇറ്റ് ആൻഡ് കട്ട് ദം ഔട്ട്. എന്നിട്ട് അതിൽ ഡ്രോ ദ സെയിം സൈസുള്ള ട്രയാങ്കിൾ വരച്ചു, എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തു. ജോയിൻ ദീസ് ട്രയാങ്കിൾസ് വിത്ത് ഗം. ഇതൊക്കെ എന്തുപയോഗിച്ച് നമ്മൾ ഒട്ടിച്ചു? ഒരു ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു. പേസ്റ്റ് ബോത്ത് എൻഡ്സ് ടുഗദർ. അതിൻ്റെ എൻഡ്സ് രണ്ടും നമ്മൾ ഒട്ടിച്ചു. അങ്ങനെ എന്താണ്? നമ്മുടെ ക്രൗൺ ഈസ് റെഡി. ലാസ്റ്റ് വൺ, നമ്മുടെ ക്രൗൺ ഈസ് റെഡി. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആഡ് മോർ ലൈൻസ്. കൂടുതൽ ലൈൻസ് നമ്മളോട് ചേർക്കാനാണ്. പിങ്കള ബിക്കെയിം ദ ക്രൗൺ പ്രിൻസ്. പിങ്കള അങ്ങനെ രാജകുമാരനായി. ഓൾ ദ പീപ്പിൾ
കൺട്രി ബിക്കെയിം വെർ ഹാപ്പി. എല്ലാവരും ഹാപ്പി ആയി. ദേ സ്റ്റാർട്ട് ക്ലാപ്പിംഗ്. അവർ കൈയടിക്കാൻ തുടങ്ങി, സിങ് ചെയ്യാൻ തുടങ്ങി, പാടാൻ തുടങ്ങി, ആൻഡ് ഡാൻസ്, പിന്നെ ഡാൻസ് ചെയ്യാനും തുടങ്ങി. വി ഗോട്ട് എ ക്രോൺ പ്രിൻസ്, എ ന്യൂ ക്രോൺ പ്രിൻസ്, കം ലെറ്റ്സ് ക്ലാപ്പ് ആൻഡ് സിങ് ലോങ് ലേ പിങ്കള. നൗ ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടി അവർ പിങ്കളയെ സന്തോഷിപ്പിക്കണം. അവരും സന്തോഷമാണ്, അവരെല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതേപോലത്തെ ഒരു 4 ലൈൻസ് എഴുതാനാണ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ഇതേ ലൈന് തന്നെ നമുക്ക് ഉപയോഗിക്കാം. വി ഗോട്ട് എ ക്രോൺ പ്രിൻസ്, എ ന്യൂ ക്രോൺ പ്രിൻസ്, കം ലെറ്റ്സ് ക്ലാപ്പ് ആൻഡ് ഡാൻസ്. നേരത്തെ എന്തായിരുന്നു, സിങ് ആണെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡാൻസ് ചെയ്യാം. ഓക്കെ, ലോങ് ലിവ് പിങ്കള. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. വേർഡ് പസിലാണ്. അപ്പോൾ നമ്മൾ വേർഡൊക്കെ നല്ലോണം പഠിച്ചിരിക്കണം. ഡിക്റ്റേഷൻ വേർഡ്സൊക്കെ നല്ല കറക്റ്റായിട്ട് പഠിക്കണം. സം വേർഡ്സ് ആർ ഹിഡൻ ഇൻ ദ ടേബിൾ ബിലോ. കുറച്ച് വേർഡ്സ് ഇവിടെ ഉണ്ട്, അത് ഒളിച്ചിരിക്കുകയാണ്, ഹിഡൻ ബിലോ. ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. ആ വേർഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം. സർക്കിൾ ദം ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതിനെ നമ്മൾ സർക്കിൾ ചെയ്യണം, എന്നിട്ട് നമ്മൾ പൂരിപ്പിക്കണം. ഓക്കെ. ഡാഷ് റൂൾസ് എ കിങ്ഡം. ആരാണ് ഒരു രാജ്യം ഭരിക്കുന്നത്? ആരാണ്? കിങ് ആണല്ലേ. അപ്പം കിങ് ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് കിങ് ഉള്ളത്. ഇത് നോക്കൂ, KING, ഇതാണ് കിങ്. ഓക്കെ, KING. കിങ്ങിൻ്റെ സ്പെല്ലിങ് എന്താണ്? KING. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഫ്ലവേഴ്സ് ഡാൻസ് ഇൻ. ഫ്ലവേഴ്സ് എവിടെ ഉണ്ടാവുക? ഫ്ലവേഴ്സ് എവിടെയാണ് ഉണ്ടാവുക? ഗാർഡനിലാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഗാർഡന് നമുക്ക് തപ്പി കണ്ടുപിടിക്കാം. ഇവിടെ GARDEN. ഗാർഡൻ്റെ സ്പെല്ലിങ് എല്ലാവർക്കും അറിയാലോ. GARDEN, ഗാർഡൻ. ഓക്കെ. അപ്പോൾ ഫ്ലവേഴ്സ് ഡാൻസ് ഇൻ ഗാർഡൻ. ഇനി മൂന്നാമത്തെ ചോദിക്കാം. ബേർഡ്സ് ലേ എഗ്സ്. ബേർഡ്സ് എഗ്സ് ഒക്കെ എവിടെയാണ്? ബേർഡ്സിൻ്റെ എഗ്സ് ഒക്കെ ഉണ്ടാകുക, ലേസ് എഗ്സ് എവിടെയാണ് അവ അടയിരിക്കാറ്? നെസ്റ്റിലാണല്ലേ. അപ്പോൾ നെസ്റ്റ് നമുക്ക് നോക്കാം. NEST. അപ്പോൾ അതും നമുക്ക് സർക്കിൾ ചെയ്യാം, NEST. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം NEST. അപ്പോൾ ബേർഡ്സ് ലേ എഗ്സ് ഇൻ നെസ്റ്റ്. ഇനി അടുത്തത്, ദർ ആർ സോ മെനി ഡാഷ് ഇൻ എ ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ എന്താ ഉണ്ടാവുക? ഫോറസ്റ്റിൽ ട്രീസ്. ഇപ്പോൾ ട്രീസ് നോക്കാം. TREES. നോക്കൂ, TREES. അപ്പോൾ ഫോറസ്റ്റിൽ എന്താ ഉണ്ടാവുക? ട്രീസ് ആണ് ഉണ്ടാവുക. ഇനി നെക്സ്റ്റ്, റോസ്റ്റഡ് ഡാഷ് വിൽ നെവർ സ്പ്രോട്ട്. എന്താണ് റോസ്റ്റഡ്? വറുത്ത അല്ലെങ്കിൽ ചൂടാക്കിയ എന്താണ് സ്പ്രൗട്ട് ചെയ്യാത്തത്? നമ്മൾ പഠിച്ചല്ലോ, സീഡ് അല്ലേ. അപ്പോൾ സീഡ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. യെസ്, സീഡ് ഇതാ ഇവിടെ. അപ്പോൾ സീഡിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? SEED. അപ്പോൾ നമ്മൾ എന്തൊക്കെ സ്പെല്ലിംഗാണ് ഇപ്പോൾ പഠിച്ചത്? ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ കിങ് പഠിച്ചു, KING, അതായത് കിങ്സ് റൂൾസ് ദ കിങ്ഡം. പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് ഡാൻസ് ഇൻ ഗാർഡൻ ആണല്ലേ. അപ്പോൾ ഗാർഡൻ്റെ സ്പെല്ലിംഗ് പഠിച്ചു, GARDEN. പിന്നെ ബേർഡ്സ് ലേ എഗ്സ് ഇൻ നെസ്റ്റ്, NEST. ഇനി അടുത്തത്, ദർ ആർ സോ മെനി ഡാഷ് ഇൻ എ ഫോറസ്റ്റ്. എന്താണ് ഫോറസ്റ്റിലുള്ളത്? സോ മെനി ഡാഷ് ഇൻ എ ഫോറസ്റ്റ്. എന്താണുള്ളത് ഫോറസ്റ്റിൽ? ഫോറസ്റ്റിൽ ട്രീസ് ആണുള്ളത്, അതും നമ്മൾ പഠിച്ചു. ഇനി റോസ്റ്റഡ് ഡാഷ് വിൽ നെവർ സ്പ്രൗട്ട്. റോസ്റ്റഡ് സീഡ് വിൽ നെവർ സ്പ്രൗട്ട്. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഡിസ്ക്രിപ്ഷൻ നമ്മൾ കണ്ടു അല്ലേ. ഇവിടെ പിങ്കളയും ഉണ്ട്, ആരുണ്ട്? വിദ്യാധരയും ഉണ്ട്, പിങ്കളയും ഉണ്ട്. കിങ് വിദ്യാധരയുണ്ട്, പിങ്കളയും ഉണ്ട്. നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. Look at the picture. King Vidyadhara and Pingala are standing in the garden. How is the garden? Where are trees and flowers? Many things are absent in the picture. Complete the picture and color it. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ മിസ്സിങ് ആണ്. അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് കളർ കൊടുക്കണം. നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ച് നോക്കാം. എന്താണ്? കിങ് വിദ്യാധര ആൻഡ് പിങ്കള ആർ ഇൻ ഗാർഡൻ. കിങ് വിദ്യാധരയും അതേപോലെ പിങ്കളയും എവിടെയാണ്? ഗാർഡനിലാണ്. ദർ ആർ ബിഗ് ട്രീസ് ആൻഡ് പ്രറ്റി ഫ്ലവേഴ്സ്.
Birds are sitting on the trees. There are colorful flowers in front of them. They are both smiling. There is a little pond with ducks swimming. The sky is blue. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുക. ഇതൊരു മാതൃകയാണ്. ഇവിടെ ട്രീസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ എന്താണ് കളർഫുൾ ഫ്ലവേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. അതേപോലെ തന്നെ ദേ ആർ ആദ്യം എഴുതണ കിങ് വിദ്യാധര ആൻഡ് പിങ്കള ആർ ഇൻ എ ഗാർഡൻ. അതേപോലെ വേറെ ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് തരും. അപ്പോൾ നിങ്ങളതൊക്കെ സൂക്ഷിച്ച് വായിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ ശ്രമിക്കുക.